ഉലുവ വിളയിച്ചതാ ഇതുപോലെ ഒന്ന് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുത്ത് നോക്കട്ടെ. നമുക്ക് കുട്ടികൾക്ക് മാത്രമല്ല അമ്മമാർക്കാണെങ്കിലും നടുവേദനയൊക്കെ ഉള്ള അമ്മമാർക്കും അതുപോലെ പീരീഡ്സിന് സംബന്ധമായിട്ടുള്ള വയറുവേദനയൊക്കെ ഉള്ള കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ഇതുപോലെ അമ്മമാരെ കുട്ടികൾക്ക് ഇപ്പോൾ ഈ ഒരു കർക്കിടക ടൈമിലൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. കർക്കിടക ടൈമിൽ മാത്രമല്ല കേട്ടോ, എപ്പോഴാണെങ്കിലും ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് നോക്ക്. മുടി വളരാനൊക്കെ ആയിട്ടും അതുപോലെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും പല്ലിൻ്റെ ആരോഗ്യത്തിനും ഒക്കെ എത്തുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ നട്ട്സൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഉലുവയുടേതായ ഒരു മക്ക് ചുവയൊക്കെ ഉണ്ടല്ലോ, അപ്പം ആ ഒരു ഫ്ലേവർ വ്യത്യാസം ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് നട്ട്സിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും ചോദിച്ച് വാങ്ങിച്ച് കഴിക്കും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ പറ്റുന്ന മരമൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കാം. ബോയ്സിനൊക്കെ ആണെങ്കിലും നടുവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/4 കിലോ 250 ഗ്രാം ഉലുവയാണ് എടുത്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്ത് നോക്കുക. അപ്പോൾ കുട്ടികൾ കഴിക്കുന്നതിൻ്റെ അനുസരിച്ച് നിങ്ങൾക്കൊന്ന് ഉണ്ടാക്കി എടുക്കട്ടോ. ആദ്യം 100 ഗ്രാമിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ പിന്നെ ഇതുപോലെ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത് 250 ഗ്രാം ഞാൻ ഫുള്ളായിട്ട് ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇതൊന്ന് കഴുകി എടുക്കണം കേട്ടോ. നമ്മൾ നല്ല അവിടെ പാക്കറ്റിലൊക്കെ കല്ലും മണ്ണൊക്കെ ഉണ്ടാവുമല്ലോ, ഒന്ന് കഴുകിയെടുത്ത് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു 3-4 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്തി എടുത്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് കുതിർത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ കടല ഉണ്ടല്ലോ, ഈ ഒരു കടലയും കൂടെ കൂടിയിട്ട് ഒരു നുള്ള ഞാനിപ്പം 2 വാളം കടലയാണ് എടുത്തിട്ടുള്ളൂ. ഒരുപാട് കടലൊന്നും വാരി ഇട്ടിട്ടില്ല. 2 വാളത്തോളം കടല എടുത്തിട്ട് നമുക്ക് കടല ഇതുപോലെ തന്നെ കഴുകി എടുത്തിട്ട് അതും ഒന്ന് കുതിർക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം ഈ കടലയാണെങ്കിലും നമ്മൾ എന്താ ഈ ഒരു ബദാമൊക്കെ ആണെങ്കിലും കുതിർത്ത് കഴിക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് ഇരട്ടിയാണ്. പ്രത്യേകിച്ച് ഗർഭിണികൾക്കാണെങ്കിലും അതുപോലെ മുല കൂട്ടുന്ന അമ്മമാർക്കൊക്കെ ആണെങ്കിലും മുലപ്പാൽ ഉണ്ടാവാനൊക്കെ ആയിട്ടും കുട്ടികൾക്ക് വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ട് ഗർഭശിശുവിനൊക്കെ വെയിറ്റ് വയ്ക്കാനൊക്കെ ആയിട്ടും നമ്മൾ ഈ നട്ട്സ് കുതിർത്ത് കഴിക്കുന്നത് നല്ലതാണ്. അപ്പം ഇതുപോലെ ഉണ്ടാക്കി കഴിക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പം ഞാനിപ്പം അതൊന്ന് കുതിർത്തി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിനകത്തേക്ക് എടുക്കാനുള്ളതെന്ന് വെച്ചാൽ തേങ്ങ വേണം. അപ്പോൾ ഈ തേങ്ങ ഒരു ഫുൾ തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തേങ്ങ ചിരണ്ടി എടുക്കൽ പാടില്ല. ഒരു തേങ്ങയ്ക്കാണെങ്കിൽ ചിരണ്ടിയത് പാൽ ഒഴിഞ്ഞൊരു താമസം വരും. അപ്പം ഇതുപോലെ ഒന്ന് കിള്ളി എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് കറക്കിയെടുക്കാം. അപ്പോൾ കുറച്ച് വീതം ചെറിയ മിക്സിയുടെ ജാറുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് നമുക്ക് ഇതുപോലെ കുറച്ചിട്ടിട്ട് ഒന്ന് നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഞാനിപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ അടിച്ചെടുക്കാം. നിങ്ങൾ 1-2 തേങ്ങയിൽ ഉണ്ടാക്കിക്കോ. തേങ്ങ കൂടുതൽ ചേരുന്തോറും അതിനനുസരിച്ച് ടേസ്റ്റ് കൂടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഇത്തിരി വെള്ളം കൂടെ ചേർത്ത് ഇതുപോലെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് പാലും സെക്കൻഡ് പാലും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. സെക്കൻഡ് പാലും കപ്പിലിരിക്കുന്നത് ഫസ്റ്റ് പാലുമാണ്. അപ്പോൾ രണ്ടും നമുക്ക് രണ്ടിച്ചായിട്ടെടുത്ത് മാറ്റി വെക്കണം. ഇനിയിപ്പോൾ ഈ സെക്കൻഡ് പാലിൽ നമുക്ക് ഇതൊന്ന് ജ്യൂസാക്കിയൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഈ നട്ട്സ് ഇതെല്ലാം ഒന്ന് ഇതുപോലെ ഒന്ന് കുതിർത്തിയത് ഇതിലേക്ക് നമുക്ക് ആ സെക്കൻഡ് പാൽ, അതായത് ഇതുപോലെ ഒരു പകുതി പാലെടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് അടിച്ചെടുക്കാം. നന്നായിട്ട് ജ്യൂസാക്കി ഒന്ന് അരച്ചെടുത്തോട്ടോ. അപ്പോൾ ഇതും അരച്ചെടുക്കാം. അതിനൊപ്പം തന്നെ നമുക്ക് ഉലുവയുണ്ടല്ലോ, ഉലുവയും അതുപോലെ തന്നെ നമുക്ക് ജ്യൂസാക്കിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ലേഹ്യം പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ആ ഒരു രീതിയിൽ ലേഹ്യം പോലെ ഉണ്ടാക്കിയെടുക്കാം. അതല്ല നമുക്കത് ബോൾസ് പോലെ ആക്കിയിട്ട് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി കാണിച്ചതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാനാണെങ്കിൽ നിങ്ങൾ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോട്ടോ. ഏതാണ് നിങ്ങളുടെ ഇഷ്ടം എന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്തോ. ഇപ്പോൾ ഞാനിപ്പോൾ ജ്യൂസ് ഇപ്പോൾ ഏകദേശം ഇതുപോലെ നോക്കിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് കരിപ്പെട്ടി ശർക്കരയാണ് കേട്ടോ. നമ്മൾ മരുന്നിലൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നത് ഇതുപോലുള്ള മരുന്നുകളിലൊക്കെ നമുക്ക് കരിപ്പെട്ടി ശർക്കര എടുക്കുന്നത് നല്ലതായിരിക്കും. ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ് കേട്ടോ. ഈ ഒരു കരിപ്പെട്ടി ശർക്കര ഞാനിപ്പം ഒരൊറ്റ കരിപ്പെട്ടി ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കട്ട സാധാ നമ്മുടെ ശർക്കരയുടെ കട്ട എടുത്തിട്ടുണ്ട്. ശർക്കരയുടെ അളവ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇനി വേറെ ശർക്കര ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ നല്ല അടി കട്ടിയുള്ള ഒരു ഉരുളിയിലേക്ക് ഇതുപോലെ കുറച്ച് നെയ്യ് എടുത്തത് ഇതുപോലെ എടുത്തിടാം കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കിയ നെയ്യാണ് കേട്ടോ. അപ്പം ഉണ്ടാക്കിയത് തീർന്നു. അപ്പം ഇനി ഞാൻ നെയ്യ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. നല്ല നെയ്യാണ്, നമ്മൾ വീട്ടിൽ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ നെയ്യൊക്കെ. ഇനി ആ കരിപ്പെട്ടി ശർക്കരയും സാധാ ശർക്കരയും കൂടെ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പം കല്ലുള്ള ശർക്കരയാണെങ്കിൽ നിങ്ങളത് ഉരുക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാനിതിപ്പോൾ 1-2 തവണ എടുത്ത ശർക്കര ആയതുകൊണ്ട് എനിക്ക് മനസ്സിലായി കല്ലില്ല എന്ന് ഉറപ്പായതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് അതിനകത്ത് കിട്ടത്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ ആ നെയ്യിലേക്ക് നമ്മുടെ ശർക്കര ഉരുക്കി വയ്ക്കുമ്പോൾ നല്ല പതഞ്ഞിട്ട് ഇതുപോലെ ഒന്ന് ഉരുകി വരുമ്പം നമ്മൾ ആദ്യമേ തന്നെ ഇടേണ്ടത് നട്ട്സിൻ്റെ ആ ഒരു പേസ്റ്റാണ് കേട്ടോ. നട്ട്സിൻ്റെ പേസ്റ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ. ഇത് ഈ നട്ട്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് കഴിക്കാനായിട്ട് തോന്നും. നല്ലൊരു ഉലുവ എന്ന് പറയുമ്പം ഉലുവയുടെ ഒരു ഫ്ലേവർ ചില കുട്ടികളെ ഇഷ്ടപ്പെടത്തില്ല. അപ്പം
ഉലുവയുടെ കൂടത്തിൽ തന്നെ നട്ട്സും കൂടെ ഇട്ട് കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അത്. അതുമല്ല വെയിറ്റ് വെക്കാനായിട്ട് ഇപ്പം ഈ തൂക്കക്കുറവൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ വണ്ണം വയ്ക്കാനൊക്കെ ആയിട്ട് നല്ലതാണ്. മാത്രമല്ല നമുക്കിപ്പോൾ ഈ ഒരു കർക്കിടക ടൈമിലൊക്കെ നമ്മുടെ ദേഹരക്ഷയ്ക്കൊക്കെ ആയിട്ട് ഇതുപോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നത്, അമ്മമാർക്ക് കഴിക്കുന്നതും, അതുപോലെ തന്നെ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കൊക്കെ നടുവേദനയൊക്കെ ഉള്ള ആളുകൾക്ക് ഇതുപോലെ ഉലുവ അതുപോലെ തന്നെ നട്ട്സൊക്കെ ഇട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഫസ്റ്റത്തെ പാലുണ്ടല്ലോ, അത് ഇതുപോലെ ഒന്ന് നല്ല കട്ടിയുള്ള ആ ഒരു പാല് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടത് തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് മധുരം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കട്ട ശർക്കരയും കൂടി ഇതുപോലെ ഒന്ന് എടുത്തങ്ങ് ഒഴിച്ചു കേട്ടോ. അപ്പോൾ ഞാനിപ്പം മധുരം കുറവായതുകൊണ്ട് തന്നെ ഒരു കട്ട ശർക്കരയും കൂടിയിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കൂട്ടി ഇളക്കിയിട്ട് ഇതുപോലെ ഒന്ന് വരിച്ച് കുറുക്കി കൊടുക്കാം. തീ സിമ്മിലിടുക കേട്ടോ. ഈ നെയ്യും ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ പൊട്ടി തെറിക്കുമ്പോൾ കയ്യിലേക്കൊക്കെ തെറിക്കാതായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ കുട്ടികൾ ഉണ്ടാക്കുന്നതെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഉരുക്കി എന്നാൽ ഇതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. വറ്റിച്ച് വരുമ്പം കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ഊറ്റിയിട്ടുണ്ട്, സ്കിപ്പായി പോയതാണ് കേട്ടോ. ഒരുപാട് വെളിച്ചെണ്ണയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 100-150 ഗ്രാം വെളിച്ചെണ്ണ എടുത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് കുറുക്കി ഒന്ന് വറ്റിച്ചെടുക്കുമ്പം നമുക്ക് നല്ല ബ്രൗൺ കളറിലായിട്ട് ഇതുപോലെ ഒന്ന് വരണ്ട് വരും കേട്ടോ. ഈ വരണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് തീ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് നിരത്തി ഇട്ട് കൊടുക്കാം. നിരത്തി ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം നിങ്ങൾക്കത് ബോൾസ് ആക്കിയിട്ട് ഉരുട്ടി വയ്ക്കുന്നതാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അത് എടുക്കാം. ഇത് വെറുതെ കോരി കഴിക്കാനായിട്ട്, സ്പൂണിൽ കോരി കഴിക്കാനായിട്ടും വളരെ നല്ലതാണ് കേട്ടോ. അപ്പം പീരീഡ്സിൻ്റെ വയറുവേദനയൊക്കെ ഉള്ള കുട്ടികൾക്കൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു ബോൾസ് വീതമൊക്കെ രാവിലെ തന്നെ നമുക്ക് ചെറു ചൂട് വെള്ളത്തിൽ കഴിക്കുകയാണെങ്കിൽ വയറുവേദനയൊക്കെ ഉള്ള കുട്ടികൾക്ക് നല്ലതാണ്. നടുവേദന ഉള്ള ആളുകൾക്കൊക്കെ ഡെയിലി ഓരോന്ന് വീതം ഇപ്പോൾ ഈ ഒരു കർക്കിടക ടൈമിലൊക്കെ എടുത്ത് കഴിക്കുക കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടും കേട്ടോ. എന്തായാലും നമ്മളിത് ഉരുക്കി എടുക്കുമ്പം ആ ഒരു ലേഹ്യം പോലെ വന്ന ടൈമിൽ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ഇത്തിരി കയ്പ്പ് പോലെ തോന്നും. പക്ഷേ അത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പം ഇത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും, നല്ല മധുരം തോന്നും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഉണ്ടാക്കുമ്പോൾ കയ്പ്പ് പോലെ തോന്നുമെങ്കിലും ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നവർക്ക് സൂക്ഷിക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഉണ്ടാക്കി നോക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ലൊരു വീഡിയോ വീണ്ടും കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ട് തോന്നിയിട്ടുണ്ടില്ല മറ്റുള്ളവർ അറിയില്ല കേട്ടോ, ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുതേ. ബൈ.